السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റഹ്മാനും റഹീമുമായ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു അതിന് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഒരു ദീന് പഠിക്കുന്ന സദസ്സിലാണ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ഈ ഒരു ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളൊന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബർസഖി ജീവിതം എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കാര്യങ്ങൾ യഥാവിധി പറയാനും പറയുന്ന കാര്യങ്ങളിലെ ഗുണപാഠങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പണ്ഡിതന്മാർ പറയാണ്, മനുഷ്യ ജീവിതം 3 ഘട്ടങ്ങളിലാണ്. 3 ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യ ജീവിതം കടന്നു പോവുക. അതിലൊന്ന് ദാറുദ്ദുനിയ, ദുനിയാവിലെ ജീവിതം, അഥവാ നമ്മളൊക്കെ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം, ഇതാണ് ദാറുദ്ദുനിയ. രണ്ടാമത്തെ ഘട്ടം, മനുഷ്യന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഘട്ടം എന്നുള്ളത് ദാറുൽ ബർസഖ്, ബർസഖി ജീവിതം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഘട്ടം ദാറുൽ ആഖിറ, പരലോകത്തെ മരണാനന്തര ജീവിതത്തിൽ, ഖബർ ജീവിതത്തിൽ, ബർസഖി ജീവിതത്തിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടത്തിനാണ് ദാറുൽ ആഖിറ എന്ന് പറയാറുള്ളത്. പക്ഷെ അതൊന്നും നമ്മൾ എടുത്ത വിഷയം ദാറുൽ ബർസഖ് എന്നുള്ള വിഷയമായതുകൊണ്ട് തന്നെ ആ വിഷയത്തെ കുറിച്ചിട്ടാണ് കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ
ബർസഖുൻ എന്നുള്ള പദം 3 തവണയാണ് വന്നിട്ടുള്ളത്. സൂറത്ത് ഫുർഖാനിലെ 53-ാമത്തെ ആയത്തിൽ ആ പദം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്ത് റഹ്മാനിലെ 20-ാമത്തെ ആയത്തിലും ബർസഖ് എന്നുള്ള പദം വന്നിട്ടുണ്ട്. സൂറത്ത് മുഅ്മിനൂനിലെ 100-ാമത്തെ ആയത്തിലും ബർസഖ് എന്നുള്ള പദം അല്ലാഹു സുബ്ഹാനഹു തആല കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ബർസഖ് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാരായ ആളുകൾ പറഞ്ഞു, 2 കാര്യങ്ങൾക്കിടയിൽ മറയായി നിൽക്കുന്നത് എന്തോ അതാണ് ബർസഖ് എന്ന് പറഞ്ഞാൽ. സൂറത്ത് മുഅ്മിനൂനിന്റെ 100-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഹതാ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ അവൻ പറയും, എൻ്റെ രക്ഷിതാവേ, എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചയക്കണേ. ഹതാ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത്, ഒരാളുടെ മരണം വന്നെത്തിയാൽ, അവന്റെ അജല് വന്നെത്തിയാൽ, അല്ലാഹു നിശ്ചയിച്ച ആ ഒരു സമയം, ആ ഒരു അവധി വന്നെത്തിയാൽ, ഖാല, അവൻ പറയും, റബ്ബിർജിഊൻ, റബ്ബേ എന്നെ മടക്കിത്താ, ഞാൻ എൻ്റെ പഴയ ജീവിതത്തിലേക്ക് പോയി. എന്ത് ചെയ്യാനാണ്? അതാണ് അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത്. ആ മനുഷ്യൻ പറയും, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, അപ്പം ഞാൻ കുറച്ച് നന്മകളൊക്കെ വിട്ടിട്ടുണ്ട്, ഒരുപാട് നന്മകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഉപേക്ഷ വിരുത്തിയിട്ടുണ്ട്, അതെല്ലാം ചെയ്തിട്ട് ഞാൻ തിരിച്ചു മടങ്ങി വരാം. ഓക്കെ, ചില മനുഷ്യന്മാർ ആശുപത്രി കിടക്കുന്ന സമയത്ത് പറയുന്നൊരു വാക്കുണ്ട്, 2 കിഡ്നിയും പോയി, അല്ലെങ്കിൽ വൃക്ക പ്രശ്നമായി, വലിയ മാരാരോഗങ്ങളൊക്കെ വന്ന് ആശുപത്രി കിടക്കുമ്പോൾ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ ആ മനുഷ്യൻ പറയും, റബ്ബേ എനിക്കൊന്ന് ഈ അസുഖം ഒന്ന് മാറ്റി തന്നാൽ ഞാൻ ഇനി നന്നാവും, ഇനി പഴയ പോലുള്ള ജീവിതം ഒന്നാവൂല, ഇനി കുറച്ചൊക്കെ റബ്ബിനെ ഭയപ്പെട്ട ആരാധന കർമ്മങ്ങളിൽ കൃത്യനിഷ്ഠത പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമൊക്കെ തന്നെ ആയിരിക്കും എൻ്റേത് എന്ന് പല ആളുകളും പറയാറുണ്ട്. അപ്പോൾ അല്ലാഹു പറയാണ്, ആ മനുഷ്യൻ പറയും, മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് അയാൾ പറയും, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, അപ്പം ഞാൻ ഉപേക്ഷ വരുത്തിയ ഒരുപാട് നന്മകളുണ്ട്, അത് ചെയ്യാൻ നീ എനിക്ക് അവസരം നൽകണം, അതുകൊണ്ട് എന്നെ തിരിച്ചു പറഞ്ഞേക്കെ. ഇത് പറയുന്ന സമയത്ത് റഹ്മാനായ റബ്ബ് അവിടെ മറുപടി കൊടുക്കാണ്, കല്ല, ഒരിക്കലുമല്ല, അങ്ങനൊന്നുമല്ല, അത് ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു വെറും വാക്കാണ്, വെറുതെ ഇങ്ങനെ പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ആ മനുഷ്യന് അവസരം നീട്ടിക്കൊടുത്താലോ അയാൾ മാറാൻ പോകണമെന്നില്ല, അയാൾ വീണ്ടും അയാളുടെ പഴയ ജീവിതം തന്നെ ആയിരിക്കും നയിക്കുക. എന്നിട്ട് അല്ലാഹു പറയുന്ന വാക്കാണ്, വമിൻ വറാഇഹിം ബർസഖുൻ, അവന്റെ പുറകിൽ എന്തുണ്ട്? ബർസഖ് ഉണ്ട്. ഇലാ യൗമി യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാൾ വരെ അവര് ബർസഖിലായിരിക്കുമെന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്. ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് മുഹമ്മദ് ബിൻ കഅബ് എന്ന് പറയുന്ന പണ്ഡിതനിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു റിവായത്തിൽ കാണാൻ കഴിയും, അൽ ബർസഖു, ബർസഖ് എന്ന് പറഞ്ഞാൽ മാ ബൈന ദുനിയാ വൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയിലുള്ള കാലഘട്ടം, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയിലുള്ള ജീവിതം, അതിനാണ് ബർസഖ് എന്ന് പറയാ. എന്നാൽ അദ്ദേഹം പറയാണ്, ലൈസു മഅഹ്ലി ദുനിയ യഅകുലൂന വയശ്റബൂൻ, ദുനിയാവിലെ ആളുകളെ പോലെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ അവർക്ക് കഴിയില്ല. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയിലുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു. ദുനിയാവിലെ ആളുകളെ പോലെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ അവർക്ക് സാധിക്കൂല. അതേപോലെ തന്നെ അവര് നന്മകൾ ചെയ്തതിന് നാളെ പരലോകത്ത് അവർക്ക് അതിന് പ്രതിഫലം ലഭിക്കും. അതും എന്ത് ചെയ്യില്ല, ഈ ആഖിറത്തിൽ ഉണ്ടാകൂല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള കാലഘട്ടം അതെന്താണോ അതാണ് ബർസഖ് എന്നുള്ള രൂപത്തിൽ മഹാനായ മുഹമ്മദ് ബിൻ കഅബ് റഹ്മഹുല്ലാഹ് വിശദീകരിക്കുമ്പോൾ ഒരു അറബി കവിതയിൽ കാണാൻ കഴിയും. ഒരു കവി പറയാണ്, അൽ മൗതു കഅസുൻ വകുല്ലു നാസി ശാരിബുഹു, മരണം എന്ന് പറഞ്ഞാൽ അതൊരു കോപ്പയാണ്. മരണം എന്ന് പറഞ്ഞാൽ അതൊരു കപ്പാണ്. ആ കപ്പിൽ നിന്ന്, ആ കോപ്പയിൽ നിന്ന് എല്ലാ മനുഷ്യരും, ലോകത്ത് ജനിച്ച എല്ലാ മനുഷ്യരും ആ കോപ്പയിൽ നിന്ന് കുടിക്കും. അഥവാ എല്ലാ മനുഷ്യരും മരണപ്പെടും. എന്നാൽ അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ വരി, വൽ ഖബറു ബാബുൻ, ഖബറ എന്ന് പറഞ്ഞാൽ അതൊരു വാതിലാണ്. വകുല്ലു നാസി ദാഖിലുഹു, ആ വാതിലിലൂടെ എല്ലാ മനുഷ്യരും പ്രവേശിക്കും. കത്തിക്കരിഞ്ഞു പോയ മനുഷ്യനാണെങ്കിലും, ശരീരം ഒരു രൂപത്തിൽ എടുത്തു കാണിക്കാൻ പറ്റാത്ത രൂപത്തിൽ ചിന്നിച്ചിതറിയ മനുഷ്യന്റെ ശരീരമാണെങ്കിലും ആ മനുഷ്യനും ഖബർ ജീവിതമുണ്ട്, അയാൾക്കും ബർസഖി ജീവിതമുണ്ട് എന്നുള്ള രൂപത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും,
അദ്ദേഹം ഖബർ കാണുമ്പോൾ കരയുമായിരുന്നു. മക്ബറയിലെത്തുമ്പോൾ ആ ഖബറുകൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയാണ്. കൂടെയുള്ള ആളുകൾ ചോദിക്കട്ടെ, ഉസ്മാൻ, നിങ്ങൾ സ്വർഗത്തെ ആലോചിച്ച് നരകത്തെ ആലോചിച്ച് കരയാതെ എന്ത് നിങ്ങൾ ഖബർ കാണുമ്പോൾ കരയാനുള്ള കാരണം? ഒരുപാട് പ്രസംഗത്തിൽ കേട്ട ഹദീസാണ്. അപ്പൊ അതിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള ഒന്നാമത്തെ ഭവനം, ഒന്നാമത്തെ കവാടമാണ് ഖബർ എന്ന് പറഞ്ഞാൽ. ആ ഖബർ ജീവിതത്തിൽ, ആ ബർസഖി ജീവിതത്തിൽ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ പിന്നീട് ഉള്ള കാര്യങ്ങളെല്ലാം അവന് എളുപ്പമായിരിക്കും. അള്ളാഹുവിന്റെ വിചാരണയാണെങ്കിലും അവന്റെ നന്മ തിന്മകൾ തൂക്കി നോക്കുന്ന സമയമാണെങ്കിലും എല്ലാ വിഷയങ്ങളും, സിറാത്തും തുടങ്ങിയ എല്ലാ വിഷയങ്ങളും അവന് എളുപ്പമാകും. എന്നാൽ അദ്ദേഹം പറയാണ്, എന്നാൽ അതിലൊരാൾക്ക് പ്രയാസം ഉണ്ടായാലോ, അതിലൊരാളെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ ബാക്കിയുള്ളതെല്ലാം അയാൾക്ക് പ്രയാസമാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ പരലോക ജീവിതത്തിലെ ഒന്നാമത്തെ കവാടം, ഒന്നാമത്തെ ഭവനം, അതാണ് അവന്റെ ഖബർ ജീവിതം. അത് രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളതെല്ലാം എളുപ്പമാകും. അതിലൊരാൾ പ്രയാസപ്പെട്ടാലോ ബാക്കിയുള്ളതെല്ലാം അവനെ പ്രയാസമാകും എന്നുള്ളതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഖബർ കാണുമ്പോൾ കരയാനുള്ള കാരണമെന്ന് മഹാനായ സ്വഹാബി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം. നാട്ടിലൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവിടൊക്കെ നമുക്ക് മക്ബറയിലൊക്കെ പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ, നാട്ടിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ചും ഈ കൂട്ടത്തിൽ പല ആളുകളുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ടാകും. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതം സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഞാൻ നിങ്ങൾക്ക് ഖബർ സിയാറത്ത് എന്നുള്ളത് ആദ്യ കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അതിനെ നിഷേധിച്ചിരുന്നു. ഇസ്ലാം അതിനെ വിലക്കിയിരുന്നു. നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യരുത് എന്ന് ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞിരുന്നു. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഖബർ സിയാറത്ത് ചെയ്യണം. ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഖബർ സിയാറത്ത് ചെയ്യണം. ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, അത് നിങ്ങളെ മരണത്തെ ഓർമ്മപ്പെടുത്തും. ഖബർ സിയാറത്ത് ചെയ്യുന്നത് എന്തിനാണ്? ആ ഖബർ കിടക്കുന്ന ഖബറാളിയെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ല, അവരോട് സഹായം തേടാനല്ല, അവരെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ല. ആ ഖബറിൽ ചെല്ലുന്ന സമയത്ത് ഉമ്മാന്റെ ഖബറിന്റെ അരികിലേക്ക് വെള്ളിയാഴ്ച ജുമ നിസ്കരിച്ച് ഉമ്മാന്റെ ഖബറിന്റെ അരികെ ചെല്ലുമ്പോൾ ഒരു ബോധ്യം വരും, റബ്ബേ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഈ ഖബറിൽ വന്ന് കിടക്കേണ്ട ആളാണ്. വാപ്പാന്റെ ഖബറിന്റെ മുമ്പ് പോകുമ്പോൾ വാപ്പാക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ഓർമ്മ വരും, റബ്ബേ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഇവിടെ വന്ന് കിടക്കേണ്ട ആളാണ് എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. ഇസ്ലാമിക ചരിത്രത്തിൽ രണ്ടാം ഉമർ എന്നറിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ്, അദ്ദേഹം ഒരിക്കൽ മക്ബറയിലേക്ക് പോവുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ബിൻ മഖാബിർ, അദ്ദേഹത്തിന്റെ നാട്ടിലെ ഖബർസ്ഥാനിലേക്ക്, മക്ബറയിലേക്ക് ഒരു ദിവസം ഇസ്ലാമിക ചരിത്രത്തിൽ ലോകമറിയപ്പെട്ട പണ്ഡിതൻ, ലോകമറിയപ്പെട്ട ഭരണാധികാരി, രണ്ടാം ഉമർ എന്നറിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് ഒരിക്കൽ മക്ബറയിൽ പോയി. അദ്ദേഹം വളരെ വൈകാരികമായി ചില വാക്കുകൾ പറയുന്നുണ്ട്. നമ്മുടെ എല്ലാ ആളുകളും ശരിക്കും പഠിക്കേണ്ട, ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ചരിത്രമാണ്. കാരണം അദ്ദേഹം ചെന്നിട്ട് അവിടെ വെച്ചിട്ട് പറയാണ്, യാ മൗത്ത്, മരണമേ, മാദാ ഫഅൽത ബിൽ അഹിബ്ബ, മരണമേ, എനിക്ക് വേണ്ടപ്പെട്ട പല ആളുകളും ഈ മക്ബറയിലുണ്ട്, നീ എന്താണ് അവരെ ചെയ്തത്? അദ്ദേഹം പോയിട്ട് പറയാണ്, യാ മൗത്ത്, മരണമേ, എനിക്ക് വേണ്ടപ്പെട്ട പല ആളുകളും, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കുടുംബക്കാർ, എൻ്റെ സ്നേഹിതർ, ഞാനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളുകൾ, അവരിന്ന് 6 അടി മണ്ണിലാണ്, അവരൊക്കെ ഈ മക്ബറയിലുണ്ട്, നീ എന്താണ് അവരെ ചെയ്തത്? അദ്ദേഹം വീണ്ടും ചോദിക്കാണ്, യാ മൗത്ത് മാദാ ഫഅൽത ബിൽ അഹിബ്ബ, എനിക്ക് വേണ്ടപ്പെട്ട ആളുകളെ നീ എന്താണ് മരണമേ ചെയ്തത്? എന്നാൽ അദ്ദേഹം സുമ്മ ബഖാ വജലസ, അവിടെ ഇരുന്ന് കരയാണ്, തേങ്ങി തേങ്ങി കരഞ്ഞ്. പിന്നീട് അദ്ദേഹം സുമ്മ ആദ ഇലൻ നാസ്, ജനങ്ങളിലേക്ക് തിരിച്ചു വന്നു. ജനങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ട് അദ്ദേഹം ജനങ്ങളോട് ചോദിക്കാണ്, തദ്റൂന മാദാ ഖാലൽ മൗത്ത്, ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ മരണം എന്താണ് എനിക്ക് മറുപടി പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയോ?
എൻ്റെ മരണമേ, എൻ്റെ വേണ്ടപ്പെട്ട ആളുകളെ നീ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചില്ലേ? അപ്പൊ അതിന് മരണം എന്താണ് എന്നോട് മറുപടി പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയോ? അദ്ദേഹം പറയാണ്, അവര് പറഞ്ഞു മനതിരി ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, യഖൂലു, മരണം എന്നോട് പറഞ്ഞ മറുപടി, ബദഅതു ബിൽ ഹദഖതൈനി വഖൽതുൽ ഐനൈനി, ഞാൻ അവരുടെ കണ്ണുകൾ തിന്നിട്ടുണ്ട്, ഞാൻ അവരുടെ കവിൾ തടം പിച്ചി ചീന്തിയിട്ടുണ്ട് എന്ന് മരണം എന്നോട് പറഞ്ഞു എന്നുള്ളതാണ്. ആലോചിക്കണം, നമ്മൾ ഒരു മനുഷ്യന്റെ ശരീരം മണ്ണിലേക്ക് വെച്ചാൽ 3 ദിവസം കൊണ്ട് അവന്റെ കണ്ണുകൾ പൊട്ടിയൊലിക്കും, അവന്റെ കവിൾത്തടം പുഴുക്കൾ തിന്നു തീർക്കും. നമുക്ക് കാണാൻ കഴിയും, തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാര് അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട ഒരു കവിത ഉണ്ട്. വളരെ 4 വരിയേ ഉള്ളൂ, പക്ഷെ ഒരുപാട് അർത്ഥതലങ്ങളുള്ള കവിതയാണ്. അദ്ദേഹം പറയാണ്, അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം 2, ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട്, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. ഒരു മനുഷ്യന്റെ മയ്യത്ത് കബറിലേക്ക് വെച്ചാൽ 3 ദിവസം കൊണ്ട് അവന്റെ കണ്ണ് പൊട്ടിയൊഴിക്കും. അവൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അവന്റെ കവിൾ, നമ്മൾ ഭംഗി കൂട്ടാനൊക്കെ വേണ്ടി പല വസ്തുക്കളും ഉപയോഗിക്കുന്ന അവന്റെ കവിൾ തടം പുഴുക്കൾ തിന്നു തീർക്കും. ഉമർ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി പറയാണ്, മരണം എന്നോട് പറഞ്ഞു, ഞാൻ അവരുടെ കണ്ണുകൾ തിന്നിട്ടുണ്ടടാ, ഞാൻ അവരുടെ കവിൾ തടംപിച്ച് ചിന്തിയിട്ടുണ്ട് എന്ന് മരണം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്തക്കപ്പുറമാണ് ബർസഖി ജീവിതം. നമ്മളിങ്ങനെ കണക്കൂട്ടി വെച്ചിട്ടുണ്ടാകും. നമ്മുടെ ചിന്തക്കപ്പുറം, നമ്മൾ ചിന്തിക്കുന്നതോ നമ്മൾ ആലോചിക്കുന്നതോ അല്ല, നമ്മുടെ ചിന്തക്കും നമ്മുടെ ബുദ്ധിക്കും അപ്പുറമാണ് ബർസഖി ജീവിതം, ഖബർ ജീവിതം എന്നുള്ളത്. അല്ലാഹു ഖബർ ജീവിതം ഏറ്റവും സുന്ദരമാക്കുന്ന ഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായും ഖബറിൽ ശിക്ഷകളുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മുൻനിർത്തി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയമാണ്. ഖബർ ജീവിതത്തിൽ ശിക്ഷകളുണ്ട്. അതിനാരൊക്കെ നിഷേധിച്ചാലും ആരൊക്കെ അതിന് നിരാകരിച്ചാലും അത് യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന വിഷയമാണ്. തീർച്ചയായും ഖബർ ജീവിതത്തിൽ ശിക്ഷകളുണ്ട്. സൂറത്ത് ഗാഫിറിന്റെ 45-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വഹാക ബിആലി ഫിർഔന സൂഉൽ അദാബ്, അഥവാ അല്ലാഹുവിൽ നിന്നുള്ള കടുത്ത ശിക്ഷ അവരെ പിടികൂടി. ഫിറൗനിന്റെയും കൂട്ടരെയും അല്ലാഹു മുക്കി നശിപ്പിക്കുകയാണ്. അല്ലാഹു പറയാണ്, ഫിറൗനിനെയും ഫിറൗനിന്റെ കൂട്ടരെയും അല്ലാഹുവിന്റെ ശിക്ഷയെ അവത് വലയം ചെയ്യാണ്. ആ അല്ലാഹുവിന്റെ ശിക്ഷ അവരുടെ മേലിൽ സംഭവിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, അന്നാറു യുഅറദൂന അലൈഹാ ഉദുവ്വൻ വഅശിയ്യ, രാവിലെയും വൈകുന്നേരവും അവർക്ക് നരകം ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണ്. ഫിറൗനിന്റെ ആളുകൾക്ക് രാവിലെയും വൈകുന്നേരവും നരകം ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, വയൗമ തഖൂമു സ്സാഅതു, നാളെ പരലോക ദിവസത്തിൽ ഖിയാമത്ത് നാളിൽ അവരോട് പറയപ്പെടും, അദ്ഖിലൂഹാ ആല ഫിറഔന അശദ്ദൽ അദാബ്, ഈ ഫിറൗനിന്റെ ആളുകൾക്ക് ഇനി അന്ത്യനാൾ സംഭവിക്കുന്ന ദിവസത്തിൽ അവരോട് പറയപ്പെടും, ഫിറൗനിന്റെ ആളുകളെ ഏറ്റവും കഠിനമായ ശിക്ഷയിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ഓക്കെ, അപ്പൊ ഇതിന് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ഒരു മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുന്നത് അന്ത്യനാൾ സംഭവിക്കുമ്പോഴാണ്. ഖിയാമത്ത് നാൾ സംഭവിച്ച് ബർസഖി ജീവിതമൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, നരകത്തിലേക്കുള്ള ആളുകളെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കുള്ള ആളുകളെ സ്വർഗത്തിലും പ്രവേശിപ്പിക്കുക. പക്ഷേ ഈ ആളുകൾക്ക് രാവിലെയും വൈകുന്നേരവും എന്ത് ചെയ്യുന്നുണ്ട്, നരകത്തിൽ അവരുടെ ഇരിപ്പിടങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നരകത്തിൽ അവർക്ക് വരാനിരിക്കുന്ന അദാബുകൾ, ശിക്ഷകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എവിടുന്നാണ് അവർ കാണിക്കുന്നത്? അതിനെ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, അവരുടെ ഖബർ ജീവിതത്തിലാണ്. അവരുടെ ബർസഖി ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും അവർക്കുള്ള നരക ശിക്ഷകൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്നറിയോ? നരകത്തിന്റെ ശിക്ഷ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെ അദാബാണെങ്കിൽ ആ നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? നരകത്തിന്റെ ശിക്ഷ അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെ അവർക്കുള്ള അദാബാണെങ്കിൽ ആ നരകത്തിന്റെ ശിക്ഷ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങുന്ന മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അഹദകും ഇദാ മാത ഉരിദ അലൈഹി മഖഅദഹു ബിൽ അദാവതി വൽ അശിയ്യ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ അവന്റെ ഖബർ ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും അവന്റെ ഇരിപ്പിടം കാണിച്ചു കൊടുക്കുന്നുള്ളതാണ്.
സ്വർഗത്തിന്റെ അവകാശിയാണെങ്കിൽ സ്വർഗത്തിന്റെ പ്രവാചകൻ പറയാണ് ഇൻകാന മിൻ അഹ്ലിൽ ജന്നതി ഫമിൻ അഹ്ലിൽ ജന്ന. സ്വർഗത്തിന്റെ അവകാശിയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിൽ അവന്റെ ഇരിപ്പിടം കാണിച്ചു കൊടുക്കും. വഇൻ കാന മിൻ അഹ്ലിൻ നാരി ഫമിൻ അഹ്ലിൻ നാർ. നരകത്തിന്റെ അവകാശിയാണെങ്കിലോ നരകത്തിൽ അവൻ ചെന്ന് ചേരാനുള്ള ഇരിപ്പിടം അവന് കാണിച്ചു കൊടുക്കും. രാവിലെയും വൈകുന്നേരവും അവന് കാണിച്ചു കൊടുക്കുമെന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖബറിൽ അദാബ് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. ഖബറിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണ്. അത് എങ്ങനെ ആളുകൾ നിഷേധിച്ചാലും അത് സംഭവിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിസ്കാരത്തിന്റെയും തശഹുദിൽ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. പ്രവാചകൻ പറയാണ്, ഇദാ തശഹദ അഹദുക്കും ഫൽയസ്തഇദ് ബില്ലാഹി മിൻ അർബഇൻ. നിങ്ങൾ ആരെങ്കിലും ഒരാള് തശഹുദിൽ ഇരിക്കുമ്പോൾ 4 കാര്യത്തെ തൊട്ട് അള്ളാഹുവിൽ നിന്ന് രക്ഷ ചോദിക്കണം. തശഹുദിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം? 4 കാര്യത്തെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. ഒന്നാമത് പറഞ്ഞത് എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് റബ്ബിനോട് എന്ത് ചെയ്യണം? രക്ഷ ചോദിക്കണം. പിന്നെ പറഞ്ഞത് എന്താണ്? വമിൻ അദാബിൽ ഖബർ, ഖബർ ജീവിതം. പിന്നെ വീണ്ടും പറഞ്ഞു വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത് വമിൻ ശർരിൽ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ദജ്ജാലിന്റെയും ദുനിയാവിന്റെയും മരണത്തിന്റെ ഒക്കെ ഫിത്നയിൽ നിന്ന്, ഖബറിന്റെ അദാബിൽ നിന്ന് നിങ്ങൾ റബ്ബിനോട് രക്ഷ ചോദിക്കണം എന്ന് എല്ലാ മനുഷ്യരും തശഹുദിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇമാം താവൂസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കള് നിസ്കാരത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലാൻ മറന്നാല് അവരെ നിസ്കാരം വീണ്ടും അദ്ദേഹം മാറ്റി നിസ്കരിപ്പിക്കുമായിരുന്നു. ഈ പ്രാർത്ഥന മക്കൾ മറന്നാൽ, അവർ ചൊല്ലാൻ മറന്ന് എന്ത് ചെയ്യും? മക്കളെ നിങ്ങൾ വീണ്ടും നിസ്കരിക്കണം, എന്നിട്ട് ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണം. അത്രത്തോളം ഗൗരവത്തിൽ മുൻഗാമികളായ ആളുകൾ പഠിപ്പിച്ചൊരു വിഷയമാണ്. നമ്മളിപ്പോൾ ഇന്ന് മഗ്രിബ് നിസ്കരിച്ചു, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ മഗ്രിബ് നമസ്കാരത്തിൽ അവസാന തശഹുദിൽ നമ്മൾ ചൊല്ലിയിട്ടുണ്ട് ഈ 4 കാര്യത്തെ തൊട്ടുള്ള രക്ഷ. അപ്പോൾ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും 17 തവണ നിർബന്ധമായും, അല്ല 5 വഖത്ത് നിസ്കാരത്തിലും നിർബന്ധമായും ഒരു മനുഷ്യൻ ഇങ്ങനെ ചൊല്ലുമ്പോൾ ഇത്രത്തോളം വലിയ അദാബായിരിക്കും ഉണ്ടാകുക. അത്ര വലിയ അദാബായതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി കൊണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചത്. സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മക്കളെ, ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ എപ്രകാരമാണ് ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നത്, അതുപോലെ അദ്ദേഹം പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് നിസ്കാരത്തിന് ശേഷം നിസ്കാരത്തിന്റെ അവസാനത്തിൽ ചൊല്ലണമെന്ന് പഠിപ്പിച്ചൊരു പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കാന യതഅവ്വദു ബിഹിന്ന ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ. എല്ലാ നിസ്കാരത്തിന്റെ അവസാനത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിൽ നിന്ന് രക്ഷ ചോദിച്ചിരുന്നു. എന്തൊക്കെയാണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖൽ. റബ്ബേ, പിശുക്കിൽ നിന്ന് ഞാൻ നിന്നോട് എന്ത് ചെയ്യുന്നുണ്ട്? രക്ഷ ചോദിക്കുന്നുണ്ട്. വ അഊദു ബിക മിനൽ ജുബൻ. ഭീരുത്വത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നുണ്ട്. വ അഊദു ബിക മിൻ അൻ നുറദ്ദ ഇലാ അർദലിൽ ഉംർ. അങ്ങേയറ്റത്തെ വാർദ്ധക്യം, അങ്ങേയറ്റത്തെ കുടുംബക്കാർക്കും മക്കൾക്കും പേരമക്കൾക്കും മരുമകൾക്കും എല്ലാ ആളുകൾക്കും ബാധ്യതയായിക്കൊണ്ട് പ്രയാസമായിക്കൊണ്ട് അങ്ങനെയുള്ളൊരു വാർദ്ധക്യം റബ്ബേ, അത് ഞാൻ നിന്നോട് എന്ത് ചെയ്യുന്നുണ്ട്? രക്ഷ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാകില്ല റബ്ബേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. വീണ്ടും പ്രവാചകൻ പറയാണ്, വ അഊദു ബിക മിൻ ഫിത്നത്തി ദുനിയ. ദുനിയാവിലെ ഫിത്നയിൽ നിന്ന്. പിന്നെ അവസാനം പ്രവാചകൻ പറയാണ്, വ അദാബിൽ ഖബർ. ഖബറിലെ ശിക്ഷയിൽ നിന്ന്, ഖബറിന്റെ അദാബിൽ നിന്ന് റബ്ബിനോട് രക്ഷ ചോദിക്കണം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മക്കളെ, ഒരു അധ്യാപകൻ ഒരു പ്രാർത്ഥന എപ്രകാരമാണ് തന്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് അതുപോലെ പഠിപ്പിച്ച വിഷയമാണ് ഈ പ്രാർത്ഥന. നമ്മളും പഠിക്കണം, നമ്മളും ജീവിതത്തിന്റെ ഭാഗമാക്കണം. നമുക്ക് ഈ പ്രാർത്ഥനയിലൊക്കെ പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ഖബറിന്റെ അദാബ്, ഖബറിന്റെ ശിക്ഷ. അതുകൊണ്ട് വലിയ രൂപത്തിലായിരിക്കും ഖബറിൽ പ്രയാസങ്ങൾ ഉണ്ടാകുക. അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട വിഷയമാണ് ഖബറിൽ അദാബുണ്ട്, ശിക്ഷയുണ്ട് എന്നുള്ളത്. മഹാനായ പണ്ഡിതൻ ഇമാം ഖുസ്സലാനി റഹ്മഹുല്ലാഹ് സ്വഹീഹ് ബുഖാരിക്ക് വിശദീകരണം എഴുതിയ
പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഖബറിൽ അദാബുണ്ട് എന്നുള്ളതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുതവാത്തിറായി വന്ന സംഭവമാണ്. അനേകം സ്വഹാബിമാർ, അനേകം താബിഈങ്ങൾ, അനേകം തബഉ താബിഈങ്ങൾ അവരിൽ നിന്ന് ഏകകണ്ഠേന അവരെല്ലാവരും അംഗീകരിച്ച വിഷയമാണ് ഖബറിൽ അദാബുണ്ട് എന്നുള്ളത്. അദ്ദേഹം പറയാണ്, ഇങ്ങനൊക്കെ സ്ഥിരപ്പെട്ട ഒരു വിഷയം അംഗീകരിക്കാൻ മനുഷ്യരെ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് മുതവാത്തിറായി വന്ന അനേകം സ്വഹാബിമാരിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും തബഉ താബിഈങ്ങളിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന ഈ ഒരു സംഭവം എൻ്റെ ബുദ്ധിക്ക് യോജിക്കണില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമ്മളൊരു മനുഷ്യന്റെ ഖബറ് മറമാടിയിട്ട് അത് പിന്നീട് തുറന്നു നോക്കുകയാണെങ്കിൽ അവിടെ അദാബ് കാണില്ല, അവിടെ ആ മനുഷ്യനെ എണീപ്പിച്ചിരുത്തുന്നത് കാണില്ല, എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ നിരാകരിക്കുകയാണെങ്കിൽ മഖ്സലാനി റഹ്മത്തുള്ളാഹി പറയാണ്, അയാൾക്ക് ദീനിൽ ഒരു കാര്യവും അംഗീകരിക്കാൻ കഴിയില്ല. അയാൾക്ക് ദീനിൽ ഒരു കാര്യവും അംഗീകരിക്കാൻ കഴിയില്ല. എന്ന് പറയട്ടെ, ഇന്ന് പല ആളുകളും എന്ത് ചെയ്യാണ്, ഖബറിന്റെ അദാബിനെ നിഷേധിക്കുന്ന, നിരാകരിക്കുന്ന ഒരവസ്ഥ. അതിന്റെ തുടക്കം നോക്കിയാൽ ഖബറിന്റെ അദാബിനെ നിഷേധിക്കുന്ന വിഭാഗം അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. അതിന്റെ തുടക്കക്കാരാണ് നോക്കിയാൽ മുഅ്തസിലിയാക്കളിൽ ഒരു വിഭാഗം ആളുകൾ ഖബറിന്റെ അദാബിനെ നിഷേധിച്ചിട്ടുണ്ട്. ഫൽസഫന്റെ ആളുകൾ ഖബറിന്റെ അദാബിനെ നിഷേധിച്ചിട്ടുണ്ട്. ഖവാരിജിയത്തിന്റെ ആളുകൾ ഖബറിന്റെ അദാബിനെ നിഷേധിച്ചിട്ടുണ്ട്. അതിന്റെ പിൻതലമുറക്കാരായി വന്ന് ഇന്ന് കേരളത്തിൽ മുസ്ലിം സമുദായത്തിന്റെ പേരും പറഞ്ഞ് മുസ്ലിം നാമധാരിയായിക്കൊണ്ട് ചില ആളുകൾ മൈക്കും കെട്ടിയിട്ട് പ്രസംഗിക്കാണ്, ഖബറിൽ അദാബൊന്നുമില്ല, അതൊന്നും ബുദ്ധിക്ക് യോജിക്കാൻ പറ്റണതല്ല. വിശുദ്ധ ഖുർആനിന്റെയും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും പഠിച്ചിട്ട് ഒരു കൂസലുമില്ലാതെ, ഒരു പേടിയില്ലാതെ ദീനിന്റെ വിഷയങ്ങൾ അത് തള്ളിക്കളയാൻ ആളുകൾ വലിയ രൂപത്തിൽ അത്രത്തോളം ഇതിന് താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക. ഇമാം ഖസ്സലാനി റഹ്മത്തുള്ളാഹി പറയാണ്, നീ ഇതിനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ ദീനിൽ ഒരു കാര്യവും നിനക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കണം. ഈ ആളുകളൊക്കെ കളിയാക്കി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ്? ഒരു മനുഷ്യന്റെ മയ്യത്ത് മറമാടി പിന്നീട് ആ മനുഷ്യന്റെ മയ്യത്ത് മറമാടിയ മണ്ണൊക്കെ മാറ്റി നോക്കിയാലേ അയാൾ എണീപ്പിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അയാൾക്കുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണുന്നില്ല. ഖബറിൽ ഞെരുക്കുണ്ടെന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ല. ഈ രൂപത്തിലൊക്കെയാണ് കളിയാക്കി ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ നിഷേധിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറിൽ തെറ്റ് ചെയ്ത ആളുകൾക്ക് ശിക്ഷയുണ്ട്, ഞെരുക്കുണ്ട്, ചോദ്യമുണ്ട്, അവിടെ ഉത്തരം പറയുന്ന ആളുകൾക്ക് ഖബറിൽ വിശാലതയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയാണെങ്കിൽ, ഒരു മുസ്ലിം ആണെങ്കിൽ ഞാൻ അത് അംഗീകരിച്ചിട്ടുണ്ട്, ഞാൻ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്, ഞാൻ അതിനപ്പുറം ചോദിക്കുന്ന ഒരാളല്ല എന്ന രൂപത്തിൽ പറയാൻ നമുക്ക് കഴിയണം. നമ്മുടെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ബുദ്ധിന്റെ പ്രശ്നമാണ്, ദീനിന്റെ പ്രശ്നമല്ല. ദീനിന്റെ പ്രശ്നമല്ല, നമ്മുടെ ബുദ്ധിന്റെ പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾ ചേർത്തി മനസ്സിലാക്കുക. അല്ലെ, ഒരു മനുഷ്യന്റെ ശരീരം അയാളെ കത്തിക്കരിഞ്ഞു പോയാലും അതല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിൽ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ ശരീരങ്ങൾ പീസ് ആയാലും ആ മനുഷ്യനും ഖബർ ജീവിതമുണ്ട്, ആ മനുഷ്യനും ബർസഖി ജീവിതമുണ്ട്. ആരെങ്കിലും അള്ളാഹു ഖബർ ജീവിതത്തിൽ ശിക്ഷകൾ നൽകാൻ കഴിയാത്തവനാണ്, എല്ലാ മനുഷ്യർക്കും ഖബർ ശിക്ഷ അല്ലെങ്കിൽ ഖബർ ജീവിതം നൽകാൻ അള്ളാഹു കഴിയാത്തവനാണ് എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹു റബ്ബുൽ ആലമീനാണ് എന്ന വിഷയത്തിൽ നിഷേധിക്കുന്നവനാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു വിഷയമുണ്ട്. ഇനി ഇങ്ങനൊക്കെ ഒരു മനുഷ്യന് പറഞ്ഞു കൊടുത്തിട്ടും ഒരാൾ അംഗീകരിക്കണില്ലെങ്കിൽ, ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിപ്പിച്ചു കൊടുത്ത് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുത്ത് ഇതൊന്നും ഒരാളുടെ തലയിൽ കയറുന്നില്ലെങ്കിൽ നീ അവനോട് നിസാരമായൊരു കാര്യം ചോദിക്കാം. ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയാണ്, അദ്ദേഹം പറയുന്ന സംഭവം, ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് പല ആളുകളും പലതരത്തിൽ സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഇപ്പൊ ഞാൻ ഉറങ്ങണ സ്വപ്നം എൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആൾ അറിയുന്നില്ല, എൻ്റെ ഭാര്യ എൻ്റെ മക്കളും അറിയുന്നില്ല. ആ സ്വപ്നത്തിൽ ചിലപ്പോൾ ഒരു മനുഷ്യൻ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഭയപ്പെടുത്തുന്ന കാഴ്ചകളും രംഗങ്ങളും കാണുന്നുണ്ടാകും. ഞാൻ ആകെ വേദിയിലായിരിക്കും ചിലപ്പോൾ ആ രംഗങ്ങൾ കാണുന്നത്. പക്ഷെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആൾ എന്ത് ചെയ്യണില്ല, ഇതൊന്നും അറിയണില്ല. ചിലപ്പോൾ നല്ല റാഹത്തുള്ള സ്വപ്നങ്ങൾ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്. ചില ആളുകളൊക്കെ വിളിക്കുന്ന സമയത്ത് പറയും, എന്തിനാ അപ്പനെ വിളിച്ചത്, ആ നല്ല ഒരു സ്വപ്നം അത് അതിന്റെ അവസാനം എത്തിയിട്ടുള്ളൂ, അപ്പോഴേക്ക് നീ വന്ന് വിളിച്ചു. പക്ഷെ അത് തൊട്ടപ്പുറത്തുള്ള ആൾ അറിയണില്ല. അദ്ദേഹം പറയാണ്,
ദുനിയാവിലെ ജീവിതത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ 6 അടി മണ്ണിന് ശേഷമുള്ള ആ മനുഷ്യന്റെ ബർസഖി ജീവിതത്തിൽ ഇത് നൽകാൻ റബ്ബിന് എന്താ പ്രയാസം? ദുനിയാവിലെ ഒരു സ്വപ്നം അത് മറ്റുള്ള ആളുകൾക്ക് അനുഭവിക്കാനോ കാണാനോ കഴിയണില്ലെങ്കിൽ ഞാൻ വല്ലാത്ത ചിലപ്പോൾ പേടിപ്പെടുത്തുന്ന സ്വപ്നം കാണുമ്പോൾ ആകെ വീർത്തിട്ടുണ്ടാകും, ആകെ പേടിച്ചെണീറ്റിട്ടുണ്ടാകും. പക്ഷെ എന്റെ തൊട്ടപ്പുറത്തെ കിടക്കുന്ന ഭാര്യ ഇതൊന്നും അറിയുണ്ടാകൂല. ഇത് ദുനിയാവിലെ ജീവിതമാണെങ്കിൽ ബർസഖി ജീവിതത്തിൽ നമ്മുടെ ചിന്തക്കപ്പുറമാണ്, നമ്മുടെ ആലോചനക്കപ്പുറമാണ് ബർസഖി ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖബറിൽ അദാബുണ്ട്, ഖബറിൽ ശിക്ഷയുണ്ട് എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ട വിഷയമാണ്. അതേപോലെ തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു ഖബറിൽ എന്തുണ്ട്? ഖബറൊന്ന് കൂട്ടിയിണക്കും, ഖബറിനൊരു ഞെരുക്കുണ്ട്. അത് വിശ്വാസിയാകട്ടെ, ശ്രദ്ധിക്കണേ, അത് വിശ്വാസിയാകട്ടെ, അവിശ്വാസിയാകട്ടെ, മുനാഫിക്കാകട്ടെ, എല്ലാവർക്കും ഖബറിൽ ഞെരുക്കുണ്ട്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ പറയാണ്, ലിൽ ഖബരി ദദ്ദത്തുൻ, തീർച്ചയായും സ്വഹാബ ഖബറിനെ ഒരു ഇടുക്കലുണ്ട്, ഒരു ഞെരുക്കമുണ്ട്. ലൗ നജാ മിൻഹാ അഹദുൻ ലനജാ മിൻഹാ സഅദ് ബിൻ മുആദ്, ആരെങ്കിലും ആ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ രക്ഷപ്പെടേണ്ടത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാനുള്ള കാരണം? 30ാമത്തെ വയസ്സിലാണ് സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. 35ാമത്തെ വയസ്സിൽ, അല്ലെങ്കിൽ ചില റിപ്പോർട്ടിൽ 36 എന്നുണ്ട്, അദ്ദേഹം മരണപ്പെട്ടു. ആകെ ജീവിച്ചത് 5 വർഷമാണ്. മുസ്ലിമായി ജീവിച്ചത് 6 വർഷം, 5 വർഷം. ആ 5 വർഷം കൊണ്ട് 5 നൂറ്റാണ്ടിന്റെ പ്രവർത്തനം ചെയ്യാൻ മഹാനായ സ്വഹാബി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ സാധിച്ചിട്ടുണ്ട്. സ്വഹാബത്ത് കിസ്റയിലെയും കൈസറിന്റെയും ചക്രവർത്തിമാരുടെ കയ്യിലുണ്ടാകുന്ന മിന്തിയിൽ കർച്ചീഫ് അവരുടെ പട്ടുവസ്ത്രങ്ങൾ കാണുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, സ്വർഗ്ഗത്തിൽ സഅദിന് ലഭിക്കുന്ന മിന്തി കർച്ചീഫ് അത് ഇതിനേക്കാൾ സുന്ദരമാണ്. ഈ സ്വഹാബി മരണപ്പെട്ടപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹദല്ലദീ തഹറക ലഹുൽ അർശ്, അല്ലാഹുവിന്റെ അർശ് പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്. യഹ്തസൽ അർശുർ റഹ്മാൻ ലിമൗതി സഅദ് ബിൻ മുആദ്, സഅദിന്റെ മരണം കേട്ടപ്പോൾ അല്ലാഹുവിന്റെ അർശ് പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്. വഫുതിഹത് ലഹു അബ്വാബുസ് സമാ, ആകാശത്തിലെ എല്ലാ കവാടങ്ങളും ഈ സ്വഹാബിന്റെ മരണത്തിൽ തുറന്നിട്ടുണ്ട്. ആകാശത്തെ എല്ലാ കവാടങ്ങളും തുറന്നു. വശഹിദഹു സബഊന അൽഫൻ മിനൽ മലായിക, ഈ സ്വഹാബി മരണപ്പെട്ട സമയത്ത് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ആകാശത്ത് നിന്ന് 70,000 മലക്കുകൾ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാൻ 3 കാര്യങ്ങളാണ്. 1, അല്ലാഹുവിന്റെ അർശ് പ്രകമ്പനം കൊണ്ടു. 2, ആകാശത്തെ മുഴുവൻ കവാടങ്ങളും തുറന്നു. 3, 70,000 മലായികത്തുകൾ നിസ്കരിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നു. ഇങ്ങനെയുള്ള സ്വഹാബിന്റെ മയ്യത്ത് ഖബറിലേക്ക് വെച്ച് 3 പിടി മണ്ണിട്ട് മിസാൻ കല്ല് വെച്ച് എല്ലാവിധ മറമാടിയിട്ട് തിരിച്ചു മടങ്ങുമ്പോ പ്രവാചകൻ പറയാണ്, സ്വഹാബ ഖബറിനൊരു ഞെരുക്കമുണ്ട്. ലൗ നജാ മിൻഹാ അഹദുൻ നജാ മിൻഹാ സഅദ് ബിൻ മുആദ്, ആരെങ്കിലും ആ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന്, ഖബറിന്റെ ആ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ രക്ഷപ്പെടേണ്ടത് സഅദ് റളിയല്ലാഹു അൻഹു ആണ്. നമ്മൾ മരിച്ചാലേ അല്ലാഹുവിന്റെ അർശ് പ്രകമ്പനം കൊള്ളൂ. നമ്മൾ മരിച്ചാൽ ആകാശത്തെ എല്ലാ കവാടങ്ങളും തുറന്നു തരുമോ? നമ്മൾ മരിച്ചാൽ നമ്മുടെ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി 70,000 മലായികത്ത് വരും. ഇങ്ങനെയൊക്കെയുള്ള സ്വഹാബിന്റെ മയ്യത്ത് വെച്ചപ്പോഴാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും, ഒരു കുട്ടി മരണപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഈ കുട്ടി രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ ആ കുട്ടിയും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പൊ വിശ്വാസിയാകട്ടെ, അവിശ്വാസിയാകട്ടെ, മുനാഫിക്കാകട്ടെ, എല്ലാ മനുഷ്യർക്കും ഖബറൊന്ന് ചേർത്ത് പിടിക്കും. മനുഷ്യന്റെ മയ്യത്തുനിന്ന് വെച്ചിട്ട് ഖബറൊന്ന് ചേർത്ത് പിടിക്കും. എന്നിട്ട് പറയാണ്, മുഅ്മിനുകളായ ആളുകൾക്ക് ഉണ്ടാകുന്ന പോലെയല്ല കാഫിറുകളായ ആളുകൾക്കുള്ള ഞെരുക്കം. മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ ഇടുക്കം, ആ ഒരു ഞെരുക്കം വളരെ കുറച്ച് സമയമായിരിക്കും. പിന്നെന്ത് ചെയ്യും? അതിനൊരു അയവുണ്ടാകും. എന്നാൽ കാഫിറായ മുനാഫിക്കായ മനുഷ്യനാണെങ്കിലോ ആ മനുഷ്യനൊരു അയവുണ്ടാകില്ല. ആ ഞെരുക്കം കാലാകാലത്തോളം ഉണ്ടാകും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓരോ മനുഷ്യന്റെയും മയ്യത്ത് മറമാടി കുടുംബക്കാരൊക്കെ 3 പിടി മണ്ണിട്ട് തസ്ബീത്തും ചൊല്ലി തിരിച്ചു മടങ്ങുന്ന സമയത്ത് 2 മലക്കുകൾ വരുന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുബിറൽ മയ്യിതു അതാഉ മലകാനി അസ്വദാനി അസ്റകാൻ, 2 മലക്കുകൾ വരും. കറുത്ത രൂപമാണ്,
നീല കണ്ണുകളാണ് അവർക്ക് ഉണ്ടാകുക. അതിലൊരാളുടെ പേര് മുൻകർ എന്നാണ്, രണ്ടാമത്തെ ആളുടെ പേര് അന്നകീർ എന്നാണ്. അവർ വന്നിട്ട് എന്ത് ചെയ്യും? ചില ചോദ്യങ്ങൾ ചോദിക്കും. നമുക്കറിയാം എന്തൊക്കെയാണ് ചോദിക്കാൻ പോണത്. മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക എന്ന രൂപത്തിലൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിനൊക്കെ ദുനിയാവിൽ റബ്ബിനെ അറിഞ്ഞ് മനസ്സിലാക്കി ജീവിച്ച മനുഷ്യനാണെങ്കിൽ മാത്രമേ നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിക്കുമ്പോൾ റബ്ബി അല്ലാഹ് എന്ന് ഉത്തരം പറയാൻ കഴിയുള്ളൂ. നിന്റെ ദീൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ദീൻ ഇസ്ലാമാണ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ ആ ദീൻ അനുസരിച്ച് ജീവിക്കുന്നവനെ കഴിയുകയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ രണ്ട് മലക്കുകൾ എന്ത് ചെയ്യും? ഈ ഖബറിൽ കിടക്കുന്ന ആളോട് ചോദിക്കും, ഫയഖൂലാനി മാ കുൻത തഖൂലു ഫീ ഹാദർ റജുൽ. പ്രവാചകൻ അതിനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ചോദിക്കും, ഈ മനുഷ്യനെ കുറിച്ചിട്ട്, ഈ വ്യക്തിയെ കുറിച്ചിട്ട് എന്താണ് നിന്റെ അഭിപ്രായം, എന്താണ് നിനക്ക് പറയാനുള്ളത്? ഫയഖൂലു മാ കാന ഹാദാ യഖൂലുഹു അബ്ദുല്ലാഹി വറസൂലുഹു. ഇത് അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. എന്നിട്ട് പറയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ അബ്ദുഹു വറസൂലുഹു എന്നീ മനുഷ്യൻ പറയും, അല്ലാഹുവിന്റെ റസൂലാണ്, അടിമയാണ്, അത് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ മലക്കുകൾ പറയും, നീ ഇതാണ് മറുപടി പറയാന്നുള്ളത് ഞങ്ങൾക്കറിയാം. എന്നിട്ട് സുമ്മ യുഫ്സഹു ലഹു ഫീ ഖബരിഹി, അവന്റെ ഖബർ വിശാലമാക്കി കൊടുക്കും. ഞാൻ പറഞ്ഞു വിശ്വാസിയാണെങ്കിലും ഇരിക്കണ്ട. പക്ഷെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന സമയത്ത് പ്രവാചകനെ കാണിച്ചിട്ട് ധാരാ ചോദിക്കുമ്പോൾ ഇത് ഹബീബായ റസൂലാണ് എന്ന് ഉത്തരം പറയുന്ന സമയത്ത് ആ മനുഷ്യന്റെ ഖബർ വിശാലത നൽകും. എത്രത്തോളം വിശാലത നൽകും? അതുപോലും ഹദീസിൽ വന്നു, സബഊന ദിറാഅൻ ഫീ സബഈന സുമ്മ യുനവ്വിറു ലഹു ഫീഹി. ആ ഖബറിന്റെ നീളവും വീതിയും 70 മുഴമായി കൊണ്ട് അധികരിക്കപ്പെടുമെന്നുള്ളതാണ്. അല്ലാഹു ആലം അത് ഏത് രൂപത്തിലാണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ പ്രവാചകൻ പറഞ്ഞു അതിന് വിശാലത ഉണ്ട് എന്നുള്ളത്. അപ്പൊ ആ രൂപത്തിലേക്ക് മാറും. പിന്നീട് അവന്റെ ഖബർ പ്രകാശപൂരിതമാകും എന്നുള്ളതാണ്. എന്നാൽ ഈ ഹദീസിൽ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നുണ്ട്, ഈ മനുഷ്യനോട് മലക്കുകൾ പറയും, സുമ്മ യുഖാലു ലഹു നം. ആ മനുഷ്യനോട് പറയും, നീ ഉറങ്ങിക്കോ എന്ന് പറയും. അപ്പൊ ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കാണ്, ഫയഖൂലു അർജിഉ ഇലാ അഹ്ലി ഫഅഖ്ബിറുഹും. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ അരികിൽ പോയിട്ട് ഈ വിവരം ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ, ഇങ്ങനൊക്കെ ചോദ്യങ്ങളുണ്ട്, ഇങ്ങനൊക്കെ അവസ്ഥകളുണ്ട് എന്ന് ഞാൻ അവരോട് പോയിട്ട് പറഞ്ഞു കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ മലക്കുകൾ പറയുന്നുള്ളതാണ്, ഫയഖൂലാനിനം കനൗമത്തിൽ അറൂസ്. നീ ഉറങ്ങിക്കോ, ഏതുപോലെ? കല്യാണം കഴിഞ്ഞ ഒരു വരൻ, ആ വരൻ എങ്ങനെയാണോ ഉറങ്ങുന്നത് അതുപോലെ നീ ഉറങ്ങിക്കോ. അല്ലദീ ലാ യുഖിദുഹു ഇല്ലാ അഹബ്ബു അഹ്ലിഹി ഇലൈഹി. നിനക്ക് ഇഷ്ടപ്പെട്ട ആളുകളല്ലാതെ നിന്നെ ഉണർത്തുകയില്ല എന്ന് പറഞ്ഞ് ആ മലക്കുകൾ ആ മനുഷ്യനോട് ഉറങ്ങാൻ പറയും. ഈ ഹദീസിന്റെ അവസാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് മുഅ്മിനായ മനുഷ്യന്റെ മറുപടിയാണെങ്കിൽ മുനാഫിക്കായ മനുഷ്യനോട് പ്രവാചകനെ കാണിച്ചിട്ട് ചോദിക്കും, ഇതാരാണ്? അപ്പൊ ആ മനുഷ്യൻ പറയും, ഖാല സമിഅ്തു നാസ യഖൂലൂന ഫഖുൽതു മിസ്ലഹു ലാ അദ്രി. അത് ഇന്നാലിന്ന ആളാന്നൊക്കെ പറയല്ലേ, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, ഞാനത് പഠിച്ചിട്ടൊന്നുമില്ല, എനിക്ക് ആ മനുഷ്യനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്ന് പറയുന്ന സമയത്ത് മലക്കുകൾ പറയാണ്, ഫയുഖാലു ലിൽ അർദി. ഭൂമിയോട് പറയും, ഇൽതഹിമി അലൈഹി ഫതൽതഹിമു അലൈഹി. ഭൂമിയോട് പറയും അവരെ നിരീക്കാൻ. അപ്പൊ ആ മനുഷ്യന്റെ രണ്ട് വാരിയെല്ലുകൾ തമ്മിൽ ഫതഖ്തലിഫു അദ്ലാഉഹു. അവന്റെ വാരിയെല്ലുകൾ തമ്മിൽ പരസ്പരം ഒന്ന് കൂർത്തിണക്കും. ആ രൂപത്തിൽ മയ്യത്തിന്റെ ശരീരത്തെ ഭൂമി എന്ത് ചെയ്യും? ചേർത്ത് പിടിക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്, മുസ്ലിമായ മനുഷ്യനെ, വിശ്വാസിയായ മനുഷ്യനും ഖബറിൽ ശിക്ഷ ഉണ്ടോ? നമ്മളതൊക്കെ പറഞ്ഞു മുനാഫിക്കിന് ഇങ്ങനെ ഉണ്ടെന്ന്. മുഅ്മിനായ അല്ലെങ്കിൽ വിശ്വാസിയായ മുസ്ലിമായ ഒരു മനുഷ്യന് ഖബറിൽ ശിക്ഷ ഉണ്ടോ? ഖബറിൽ ശിക്ഷ ഉണ്ട്. ആ മനുഷ്യന്റെ തിന്മകൾ അധികരിച്ചിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിക്കണേ, തിന്മകൾ അധികരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില പ്രത്യേക തിന്മകൾ, ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, ചില പ്രത്യേക തിന്മകൾ ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ഖബറിൽ അവന് ശിക്ഷകളുണ്ട്, തീർച്ചയാണ്. എന്തൊക്കെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഖബറൈൻ. പ്രവാചകൻ രണ്ട് ഖബറിന്റെ അരികിലൂടെ അങ്ങനെ പോവുകയാണ്. ആ ഖബറിന്റെ അരികിലൂടെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബികളുണ്ട്. സ്വഹാബത്തിനോട് പറയാണ്, ഇന്നഹുമാ ലാ യുഅദ്ദിബാനി വമാ യുഅദ്ദിബാനി ഫീ കബീർ. സ്വഹാബ, ഈ രണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകളും അദാബ് അനുഭവപ്പെടുന്നുണ്ട്, അവർക്ക് ശിക്ഷകൾ അനുഭവിക്കുന്നുണ്ട്. വമാ യുഅദ്ദിബാനി ഫീ കബീർ, വലിയ വൻപാപ് ചെയ്തിട്ടൊന്നല്ല. വലിയ വൻപാപം, നിങ്ങളൊക്കെ ഖബറിൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് കൊലപാതകം നടത്തണം, അത് വ്യഭിചരിക്കണം, അത് മോഷ്ടിക്കണം എന്ന വലിയ പാപങ്ങൾ ചെയ്തിട്ടൊന്നല്ല ഇവർ ഖബറിൽ അദാബ് അനുഭവിക്കണത്. എന്തേ?
ഇവർ ചെയ്ത തിന്മകൾ എന്തൊക്കെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ അഹ്ദുഹുമാ ഫകാന യംശി ബിൻ നമീമ, ഒന്നാമത്തെ ആൾ നമീമത്തായിട്ട് നടന്നു. വഅമ്മൽ ആഖിറു ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ, മൂത്രമൊഴിക്കുന്ന സമയത്ത് ഇതില്ല, മറ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. രണ്ട് റിവായത്താണ് വന്നത്. ഒന്ന്, മൂത്രമൊഴിക്കുന്ന സമയത്ത് ശരിക്കും മറ സ്വീകരിച്ചില്ല, ആ മനുഷ്യന്റെ ഔറത്ത് കാണുന്ന രൂപത്തിലാണ് അയാൾ മൂത്രമൊഴിച്ചത്. രണ്ടാമത്തെ റിവായത്തിൽ ഹദീസിൽ കാണാൻ കഴിയും, മൂത്രമൊഴിക്കുന്ന സമയത്ത് സ്വന്തം ശരീരത്തിലേക്ക് ആകുന്നതിൽ ശ്രദ്ധ കാണിച്ചില്ല. അത് വലിയ ഗൗരവമൊന്നുമില്ല. ഇപ്പൊ മൂത്രമൊഴിച്ച് പിന്നീട് ആ വസ്ത്രം ധരിക്കുന്ന സമയത്ത് 1-2 തുള്ളി വസ്ത്രത്തിലായാൽ അതൊന്നും കുഴപ്പമില്ല, എന്നിട്ട് ആ രൂപത്തിൽ നിസ്കരിക്കുക, അതൊന്നും വലിയ ഗൗരവമുള്ളതല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അതാണ് നിങ്ങൾക്ക് വലിയ വൻപാപമൊന്നുമല്ല, നിങ്ങളുടെ കണ്ണിൽ വലിയ തിന്മകൾ ചെയ്താണെന്നല്ല, പക്ഷേ ആ കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഖബറിൽ അദാബ് അനുഭവിക്കുന്നുണ്ട്. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ഫകാന യംശി ബിൻ നമീമ, പരദൂഷണമായിക്കൊണ്ട് ഏഷണിയായിട്ട് നടന്ന ആളാണ്. രണ്ടാളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്, രണ്ട് വിഭാഗം ആളുകളെ അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരാൾ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞൊരു സ്വകാര്യം അത് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പരസ്യപ്പെടുത്തിയ മനുഷ്യൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ശ്രദ്ധിച്ചോളിൻ, നമീമത്തുമായി നടക്കുന്ന ആളുകൾക്ക് ഖബറിൽ അദാബുണ്ട്. മഹാനായ ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുല്ലാഹ് പറയുന്ന സംഭവമുണ്ട്, ഒരു സാഹിറിനേക്കാൾ, ഒരു മാരണം ചെയ്യുന്ന സിഹിർ ചെയ്യുന്ന സാഹിർ 1 വർഷം ചെയ്യുന്ന ഫസാദിനേക്കാൾ വലിയ ഫസാദ് ഉണ്ടാകും നമീമത്തുകാരൻ 1 മിനിറ്റ് ചെയ്യുന്ന പ്രശ്നത്തിന്. ഒരു സാഹിർ, ഒരു മാരണം ചെയ്യുന്ന ആൾ, അല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വൻപാപങ്ങളുണ്ട്. ആ 7 വൻപാപങ്ങളിൽ രണ്ടാമതെന്റേത് സിഹിറാണ്, മാരണം ചെയ്യലാണ്. അങ്ങനെ ഒരു സാഹിർ 1 വർഷം ചെയ്യുന്ന സിഹിറിനേക്കാൾ ഗൗരവമുണ്ട്, അതിനേക്കാൾ ഫസാദ് ഉണ്ട് നമീമത്തുകാരൻ 1 മിനിറ്റ് ചെയ്യുന്ന പ്രവർത്തനത്തിന്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാവുന്ന് വരാൻ പാടില്ല, മറ്റുള്ള ആളുകളെ തെറ്റിക്കാനുള്ള രൂപത്തിലേക്ക് നമ്മുടെ നാവുന്ന് വരാൻ പാടില്ല. പരസ്പരം ആളുകളെ തമ്മിൽ ബന്ധം ചേർക്കാണ് വേണ്ടത്, ആ ബന്ധങ്ങൾ മുറിക്കുന്ന രൂപത്തിലുണ്ടാകരുത്. സാന്ദർഭികമായ കാര്യം സൂചിപ്പിക്കട്ടെ, നമ്മൾ ഒരിക്കലും ഇരുമുഖത്തിന്റെ ഉടമയാകരുത്. ഒരു വിഭാഗം ആളുകളുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ആളായിക്കൊണ്ട് സംസാരിക്കും, മറ്റാളുകളുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ആളായിട്ട് സംസാരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറയും, നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു പോയാൽ നമ്മുടെ കുറ്റം കുറവ് നോക്കി പറയും. നമ്മൾ മനസ്സിലാക്കണം, ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ റബ്ബ് പ്രദർശിപ്പിക്കും. നമ്മളത് ഒളിപ്പിച്ചു വെച്ചാലും, അതങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യനായിട്ട് നിന്നാലും, ഇന്നല്ലെങ്കിൽ നാളെ റഹ്മാനായ റബ്ബ് ഇത് പ്രദർശിപ്പിക്കും. അതുകൊണ്ട് ഇരുമുഖത്തിന്റെ ദ്വിമുഖത്തിന്റെ ആളായിക്കൊണ്ട് നമ്മൾ മാറരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖബറിൽ വിശ്വാസിക്കും ഈമാൻ സ്വീകരിച്ച വ്യക്തിക്കും ശിക്ഷയുണ്ട്. അവന്റെ തിന്മകൾ അധികരിച്ചാൽ, ചില പ്രത്യേക തിന്മകൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ അവനും ഖബറിൽ അദാബുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖബറിന്റെ ശിക്ഷയൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. ആ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നാമത്തെ വിഷയം മരണത്തെ ധാരാളമായിട്ട് ഓർക്കുക എന്നുള്ളതാണ്. മരണത്തെ ധാരാളമായിട്ട് ഓർക്കുക എന്നുള്ളതാണ്. പിശാചി ഒരുപാട് ആളുകളെ വഴിതെറ്റിച്ച വിഷയം എന്താണെന്നറിയോ? ഇനിയും ഒരുപാട് കാലമുണ്ട് എന്നുള്ള ചിന്തയാണ്. ഇനിയും ഒരുപാട് കാലമുണ്ട്, മരണമായിട്ടില്ല, ഇനിയൊക്കെ എത്ര കാലം കഴിഞ്ഞിട്ടേ മരിക്കുള്ളൂ എന്ന ചിന്തയാണ് ഒരുപാട് ആളുകളെ പിശാചി വഴിപിടപ്പിച്ച ചിന്ത എന്നുള്ളത്. ചില ഉലമാക്കളായ ആളുകൾ പറഞ്ഞു, 40 കഴിഞ്ഞാൽ നിങ്ങൾ കരുതിയിരുന്നോ മരണക്കടുത്തിട്ടുണ്ട്, നിങ്ങളുടെ താടി അല്ലെങ്കിൽ മുടിയൊക്കെ നിരക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ മരണം അടുത്തിട്ടുണ്ട്, ഇനി കൂടുതൽ കാലമൊന്നും ഉണ്ടാകൂല. 40 അടുത്ത് കഴിഞ്ഞാൽ, താടി മുടിയൊക്കെ നരച്ചു കഴിഞ്ഞാൽ ഇനി കുറച്ചൊക്കെ ഉണ്ടാകുള്ളൂ, തിരിച്ചു പോകാൻ സമയമായിട്ടുണ്ട്, കൂടുതൽ കാലമൊന്നും ഉണ്ടാകൂല എന്ന ചിന്ത മനസ്സിലേക്ക് വേണം. എപ്പോഴും നമ്മൾ മരണപ്പെടാം. ഇപ്പോൾ ഇന്നലെ നമ്മളുണ്ടായ വിഷയങ്ങൾ, അഹമ്മദാബാദില് സംഭവിച്ച വിമാനം അപകടം, അള്ളാഹു ഇത്തരം ആളുകൾക്കെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിനെ സഹിക്കാനും ക്ഷമിക്കാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാലും നോക്കുകയാണ്, UK ജനിച്ച മനുഷ്യനും അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള കേരളത്തിലും ഗുജറാത്തിലൊക്കെ ജനിച്ച മനുഷ്യന്മാര് ജനിച്ച ഉടനെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്, അവർ ജനിച്ചത് വ്യത്യസ്ത നാടുകളിലാണെങ്കിൽ അവരുടെ മരണം ഇന്നാലിന്ന ദിവസം, ഇന്നാലിന്ന സമയത്ത്, ഇന്നാലിന്ന രൂപത്തിലായിരിക്കും. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്, ഇദാ അറാദല്ലാഹു ഖബ്ദ അബ്ദിൻ ബിഅർദ് ജഅല ലഹു ഇലൈഹാ ഹാജ. അള്ളാഹു ഒരു മനുഷ്യന്റെ മരണം
ഇന്നാലിന്ന സമയത്ത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ഇന്നാലിന്ന ഭാഗത്ത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഒരു കാരണം ഉണ്ടാക്കിയിട്ടിരിക്കും. നോക്കിയപ്പോൾ അവർക്ക് ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് വേറെ ഏതൊക്കെ വഴിയുണ്ട്, പക്ഷെ അവിടേക്ക് എത്തിക്കണം. അത് അള്ളാന്റെ തീരുമാനമാണ്. അള്ളാഹു അവരുടെ മരണം അവിടേക്കാണ് നിശ്ചയിച്ചതെങ്കിൽ, ആ സ്ഥലമാണ് നിശ്ചയിച്ചതെങ്കിൽ അവിടേക്ക് ഒരു കാരണമുണ്ടാക്കി അവരെ എത്തിക്കുമെന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. നാളെ എന്ത് സംഭവിക്കും, എവിടെ വെച്ച് മരണപ്പെടും, നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ എന്താണെന്നറിയോ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പണ്ഡിതന്മാർ പറഞ്ഞു, തെറ്റുകൾ സംഭവിച്ചാൽ ഉടനെ തൗബ ചെയ്യാം. പിശാച് നമ്മുടെ മനസ്സിലേക്ക് ഇട്ടിരുന്ന രണ്ടാമത്തെ ചിന്ത എന്താണെന്നറിയോ, നമ്മൾ കുറേ ഹറാമ് ചെയ്തിട്ടുണ്ട്, ആ ഹറാമ് ചെയ്യുമ്പോഴൊക്കെ തൗബ ചെയ്യും, പിന്നെ വീണ്ടും ഹറാമ് ചെയ്യും, നിനക്ക് ലജ്ജല്ലേ, ഇനി നാളല്ലേ ഇങ്ങനെ റബ്ബിന്റെ മുമ്പിൽ കൈനിട്ടാണ്, അതുകൊണ്ട് ഇനി തൗബ ചെയ്യണ്ട എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുവരും. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ, നമ്മൾ മലക്കൊന്നുമല്ല, നമ്മൾ മനുഷ്യന്മാരാണ്, തെറ്റുകൾ ഉണ്ടാകും. കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ ആദം സന്തതികളും തെറ്റ് സംഭവിക്കുന്ന ആളുകളാണ്. അതിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ആരാണ്? തെറ്റ് ചെയ്തതിന് ശേഷം തൗബ ചെയ്യുന്ന ആളുകളാണ്. ആ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ തൗബ ചെയ്യുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. മൂന്നാമത്തെ വിഷയം ബാധ്യതകൾ കൊടുത്തു തീർക്കുക. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിഷയം ബാധ്യതകൾ കൊടുത്തു തീർക്കുക. പ്രത്യേകിച്ചും കടം വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. തൂഫി റജുലുൻ മിന്നാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു. ആ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അലൈഹി ദൈനുൻ, ഈ മനുഷ്യന് കടമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതേ നബിയെ, ഇയാൾക്ക് കടമുണ്ട്, ദീനാറാൻ, 2 ദീനാറുകളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഇമാമ് നിന്നോ, ഞാൻ നിസ്കരിക്കൂല. അപ്പോൾ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലേ, ആ 2 ദീനാറ് ഞാൻ കൊടുത്തോളാം, നിങ്ങൾ ഇമാമ് നിൽക്കും. അങ്ങനെ അബൂ ഖതാദ ഏറ്റെടുത്തപ്പോൾ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. പിറ്റേ ദിവസം ഈ നിസ്കാരത്തിന് ശേഷം പിറ്റേ ദിവസം അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അബൂ ഖതാദ, നീ ആ 2 ദീനാറ് കൊടുത്തോ എന്ന് ചോദിച്ചു. അബൂ ഖതാദ പറയാണ്, ഇന്നമാ മാത അംസി, റസൂൽ ഇന്നലല്ലേ അയാൾ മരിച്ചത്, ഞാൻ കൊടുത്തോളാം, ഞാൻ മറന്നിട്ടൊന്നുമില്ല, ഞാൻ കൊടുത്തോളാം, ഇന്നലല്ലേ അയാൾ മരിച്ചത്. പിറ്റേ ദിവസം മരണം കഴിഞ്ഞ് പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ആ മനുഷ്യൻ പറയാണ്, റസൂലേ, ഞാൻ ആ 2 ദീനാറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാനത് വീട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ല നബറത അലയ്യ ജിൽദഹു, ഇപ്പോഴാണ് ആ മനുഷ്യന്റെ തൊലി ഒന്ന് തണുത്തത്. അഥവാ കടക്കാരനായിക്കൊണ്ട് കബർ കടക്കുമ്പോൾ നരകത്തിന്റെ ചൂട് ഇപ്പോഴും ആ മനുഷ്യന്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടിരുന്നു. ഈ ആ കടം വീട്ടിയപ്പോഴാണ് അയാളുടെ തൊലി ഒന്ന് തണുത്തത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടം അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ നമ്മൾ കടം വാങ്ങാറുണ്ട്, കടം കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ എത്ര പേര് എഴുതി വെക്കാറുണ്ട്? അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, നമുക്ക് എത്ര കടം ഉണ്ടെന്ന് നമ്മുടെ ഭാര്യയ്ക്ക് അറിയോ, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്? ഇമാം അൽബാനി റഹ്മഹുല്ലാഹ് പറയാണ്, ഒരു മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ തലയിണന്റെ താഴെ അവൻ എഴുതി വെക്കണം, എല്ലാ ദിവസവും എഴുതി വെക്കണം, എത്ര കിട്ടാനുണ്ട്, എത്ര കൊടുക്കാനുണ്ട്, ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, ഏതൊക്കെ മാസമാണ് കൊടുക്കേണ്ടത് എന്ന് എഴുതി വെക്കണം. നമ്മൾ മരണപ്പെട്ടാൽ അത് അറിയുന്ന ആളുകൾ ഉണ്ടാകണം, അത് അവർക്ക് വീട്ടാൻ കഴിയണം. ഇല്ലെങ്കിൽ നമ്മുടെ ഖബർ ജീവിതം ഏറെ പ്രയാസകരാകും. ഇല്ല ദീനിന്റെ ഒത്താക്കളായിട്ടൊന്നും കാര്യം ഉണ്ടാകൂല. കടം വളരെ ഗൗരവമാണ്. നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ആർക്കെങ്കിലും കടം ഉണ്ടെങ്കിൽ അത് ജ്യേഷ്ഠം വിട്ടട്ടെ, പിന്നെ റോഡ് സൈഡിന്റെ പിന്നെ മുമ്പിലുള്ള ഒരു 10 സെന്റ് കാക്കക്കല്ലേ കെട്ടിയത്, കാക്ക വാപ്പാന്റെ കടം വിട്ടട്ടെ, ഞാൻ വിട്ടൂല എന്ന് പറയരുത്. വാപ്പ ചിലപ്പോൾ ഖബറിൽ ആ കാരണം മൂലം പ്രയാസപ്പെടുന്നുണ്ടാകും. നമ്മുടെ വാപ്പയാണ്, നമ്മുടെ ഉമ്മയാണ്, അവർക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ അത് വീട്ടുക എന്നുള്ള നമ്മുടെ ബാധ്യതയാണ്. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഈ രൂപത്തിൽ ബാധ്യതകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാര്യമാരെ അറിയിക്കണം, നമ്മുടെ മക്കളെ അറിയിക്കണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ അറിയിക്കണം. ഞാൻ മരിച്ചാൽ എനിക്ക് ഇത്ര കടമുണ്ട്, അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട്, നിങ്ങളത് നോക്കണം. അത് നോക്കിയിട്ട് അതെല്ലാം വീട്ടണം, കഴിവിൻ്റെ പരമാവധി നിങ്ങൾ വീട്ടണം. ഇനി എൻ്റെ പണം തികഞ്ഞിട്ടില്ലേ നിങ്ങളത് എടുത്ത് വീട്ടണം എന്ന രൂപത്തിൽ വസിയ്യത്ത് കൊടുക്കണം. അത് ഏറെ പ്രാധാന്യമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ഇമാം അൽബാനി പറഞ്ഞത്, ഉറങ്ങുന്ന സമയത്ത് തലയിണൻ്റെ താഴെ. ഇതിനവിടെ പറയുന്നത് ആ മനുഷ്യൻ മരിച്ചാൽ പെട്ടെന്ന് എടുത്ത് നോക്കിയിട്ട് വീട്ടാനാണ്. അവർക്ക് അത്രത്തോളം ഗൗരവത്തിൽ ഇത്തരം വിഷയങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ കടം നിസാരമില്ല.
ആ ഒരു വിഷയം വളരെ ഗൗരവത്തിൽ ആലോചിക്കുക. അതേപോലെ തന്നെ കടപ്പത്രം എഴുതണം. ഇന്ന് ആളുകൾക്ക് അറിയുന്നില്ല എന്തിനിപ്പോ കടപ്പത്രം എന്നാ. കടപ്പത്രം ഉണ്ടോ, അതിന്റെ ആവശ്യം എന്താണെന്നുള്ളതാണ്. അതല്ല, കടപ്പത്രം എഴുതണം. നമ്മളൊരാൾ എന്ത് കടം വാങ്ങുന്നുണ്ടെങ്കിൽ ആ കടപ്പത്രം എഴുതണം. 2 സാക്ഷികളെ വെക്കണം, അവർ ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ ആ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം കടം വാങ്ങേണ്ടത്. അല്ലാഹു കടം എന്നുള്ള വിഷയത്തിൽ രക്ഷപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വിശദീകരിച്ച വിഷയം ഖബർ ജീവിതം, ബർസഖി ജീവിതം എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക ഷഹീദുകൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ്. ആരൊക്കെയാണ് ഷഹീദ് എന്നുള്ളതിൽ ഹദീസിൽ കാണാൻ കഴിയും, വയറ് സംബന്ധമായി കൊണ്ട് രോഗം ബാധിച്ച് മരണപ്പെടുന്ന ആളുകൾ ഷഹീദാണ്. വയറ് സംബന്ധമായിട്ട് ഒരാളുടെ കിഡ്നി നഷ്ടപ്പെട്ടു, ആ രൂപത്തിൽ മരണപ്പെട്ടു, അല്ലെങ്കിൽ വയറിൽ ക്യാൻസർ വന്ന് അങ്ങനെ മരണപ്പെട്ടു, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ആ രൂപത്തിൽ മരണപ്പെടുകയാണെങ്കിൽ അതും ഷഹീദാണ്. അപ്പോൾ അത്തരം ആളുകൾക്കും ഖബറിൽ രക്ഷയുണ്ട് എന്ന രൂപത്തിൽ കാണാൻ കഴിയും. ചില റിവായത്തിൽ കാണാൻ കഴിയും, ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സൂറത്ത് മുൽക്ക് പാരായണം ചെയ്യുകയാണെങ്കിൽ അവന് ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷയുണ്ട് എന്നുള്ളതും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇത്തരം വിഷയങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. പറയുന്ന കാര്യങ്ങൾ അത് കേട്ട് മറ്റൊരു ചെവിയിലൂടെ വിടാതെ ജീവിതത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുവരുവാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് ദീൻ അധികമായി പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അള്ളാഹിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹിന്റെ കൂടെ അള്ളാഹുവിനെ കാണുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഖബർ ജീവിതത്തിൽ, ബർസഖി ജീവിതത്തിൽ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് വിശാലത ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.